ഇന്ന് മുട്ട ബജ്ജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് കടലമാവിലേക്ക് 1/2 സ്പൂൺ അരിപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ പൗഡർ, 1/4 സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചെടുത്ത ബാറ്റർ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് ബജ്ജിയുടെ കൂടെ കഴിക്കാനുള്ള ചമ്മന്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായി ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഒരു സവോള കഷ്ണങ്ങളായി അരിഞ്ഞതിടുക, 1/4 സ്പൂൺ മുളക് പൊടി, കൂടെ 1/4 സ്പൂൺ പഞ്ചസാര, 1/4 സ്പൂൺ ഉപ്പ്, പിന്നീട് ഒരടപ്പ് വിനാഗിരിയും, അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ വളരെ കുറച്ച് മതി, വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ചമ്മന്തി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട രണ്ടായി മുറിച്ച് അതിന് മുകളിൽ കുറച്ച് കുരുമുളക് പൊടി വീഡിയോയിൽ കാണുന്ന പോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം മുട്ട ഓരോന്നായി ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇടാവുന്നതാണ്. ഓർക്കുക, മുട്ട ഓൾറെഡി വെന്താണ്, ബാറ്റർ മാത്രം വെന്താൽ മതി. അതിനായി ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ച് വിട്ട് വേവിച്ചെടുക്കുക. ഇത് മൊത്തത്തിൽ ഒരു 2 മിനിറ്റത്തെ പ്രോസസ്സേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇന്നത്തെ മുട്ട ബജ്ജി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നന്ദി.